ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു കിച്ചൺ ഏരിയ നല്ല നീറ്റായിട്ട് എങ്ങനെ ലോ ബഡ്ജറ്റിൽ നമുക്ക് ചെയ്തെടുക്കുക എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത്. ഇത് ചെറിയ രീതിയിൽ തന്നെ ചെറിയ കിച്ചൺ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഓപ്പൺ കിച്ചണായിട്ടും അതുപോലെ തന്നെ മോഡുലാർ ടൈപ്പായിട്ട് ചെയ്ത് യൂസ് ചെയ്തിരിക്കുന്നതാണ് നമ്മളിപ്പോൾ നിങ്ങൾ കാണുന്നത്. ആദ്യമേ തന്നെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഓപ്പൺ കിച്ചണിൽ നമ്മൾ ആ ഫ്രണ്ടിൽ വരുന്ന ഏരിയ നമ്മൾ അതിൻ്റെ ഡോർ സിസ്റ്റം കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തിട്ട് ഫുൾ ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതിലൂടെ നമ്മൾ ഓപ്പൺ വരുന്ന ഏരിയകളിൽ രണ്ട് ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെ മൾട്ടിവുഡിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു ഗ്രാനൈറ്റിൻ്റെ പീസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഒരു പ്രൊഫഷണൽ ലുക്ക് നമുക്ക് കിച്ചണിൻ്റെ ഏരിയയിൽ ഫീൽ ചെയ്യും. ഈ LED സ്ട്രിപ്പ് കാര്യങ്ങളൊക്കെ LED ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് സീലിംഗ് ലൈറ്റ്സുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, പാനൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് ജസ്റ്റ് പാനലിംഗ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ രണ്ട് കബോർഡിൻ്റെ സിസ്റ്റമാണ്, രണ്ട് മുകളിലും താഴെയും കബോർഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് കുറച്ചുകൂടി നല്ലത് ഉണ്ടോ, നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും, ഒരു ഗ്രേ ടൈപ്പ് വരുന്ന രീതിയിലാണ് കൊടുത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്കൊരു ലൈറ്റ് കളറിൽ തന്നെ ഒരു ഗ്രേ കളറോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ ഈ പറഞ്ഞ കിച്ചണിൻ്റെ ഏരിയകൾ നല്ല നീറ്റായിട്ട് കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു സാധാരണ ലെവലിൽ നമുക്ക് ഈ പറഞ്ഞ പ്ലൈവുഡ് കാര്യങ്ങളൊക്കെ ചെയ്യാം. പ്ലൈവുഡ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിൻ്റെ ഏരിയ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഏരിയ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുത്തിപ്പോകാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മൾട്ടിവുഡ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗ്രാനൈറ്റ് തന്നെ മുകളിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഗ്രാനൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗ്രാനൈറ്റിൻ്റെ താഴെ നമുക്ക് കബോർഡ് വർക്ക് കാര്യങ്ങളെല്ലാം കൂടി ചെയ്തിട്ടുണ്ട്. അത് പുതിയ മോഡൽ അലൂമിനിയത്തിൻ്റെ ഹാൻഡ്ലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 85 സെൻറ്റിമീറ്റർ 90 സെൻറ്റിമീറ്ററാണ് നമ്മുടെ ഇതിൻ്റെ പ്രൊഫഷണലായിട്ട് തന്നെ ഹൈറ്റ് വരുന്നത്. അതായത് ഒരു നമ്മുടെ ഈ പറയുന്ന സ്ലാബിൻ്റെ ഏറ്റവും ടോപ്പ് വരുന്നത് 85 സെൻറ്റിമീറ്റർ 90 സെൻറ്റിമീറ്റർ ഇടയിലായിട്ടാണ് വരുന്നത്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ടൈല് കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ വീണ്ടും ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും ടോപ്പ് വരെ ചെയ്തിട്ടില്ല. പല വീടുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഏറ്റവും ടോപ്പ് വരെ യൂസ് ചെയ്ത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അതിനേക്കാൾ നല്ലത് ഇതേപോലെ പകുതിയായിട്ട് ചെയ്യുന്നതാണ്. ഏറ്റവും ടോപ്പ് വരെ ചെയ്യുന്ന സമയത്ത് വലിയ കിച്ചൺ ആണെങ്കിൽ പോലും നമുക്കൊരു ചെറിയ കിച്ചണിലേക്ക് ഫീൽ ചെയ്യുന്ന എഫക്റ്റ് ഉണ്ടാവും. പക്ഷേ ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കിച്ചണിൻ്റെ യഥാർത്ഥ വലിപ്പം തന്നെ ഫീൽ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഹോബ് സിസ്റ്റം, അതായത് ചിമ്മിണി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലഗ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ മൾട്ടിവുഡിൻ്റെയാണ് ചെയ്തിരിക്കുന്നത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. ഇനി ഇതിൻ്റെ പ്ലഗ് പോയിൻ്റ് കാര്യങ്ങളൊക്കെ, അതായത് ചിമ്മിണിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഏരിയ, മിക്സി അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കർ അങ്ങനെയൊക്കെ വെക്കുന്നതിനൊരു സെപ്പറേറ്റ് ഒരു ഏരിയ, ഈ ഏരിയയിലാണ് അതിൻ്റെ ഈ കബോർഡ് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ഏരിയയാണ്. ആ കബോർഡ് അവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഫ്രിഡ്ജിനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാകും. ഫ്രിഡ്ജ് സൈഡിലേക്ക് ഒതുങ്ങി മാറി നിന്നോളും, ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നേരെ ഡൈനിങ്ങിൽ നിന്നാണ് കിച്ചണിലേക്ക് ഇവിടേക്ക് എൻട്രൻസ് കയറി വരുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ചെറിയ കിച്ചണാണ്, എന്നാൽ ക്യൂട്ടായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വളരെ നീറ്റായിട്ടുള്ള കിച്ചൺ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ഒരുപാട് റേറ്റ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എന്നാലേ നമുക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവായി വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്കും കൂടി ചെയ്തേക്കുക, ഷെയറും കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.